വ്യാജ ഫയർ ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് നിർമ്മിക്കുന്ന ഏജൻസികളെ പൊളിക്കാൻ സംസ്ഥാന വ്യാപകമായി അന്വേഷണം നടക്കുന്നു. ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ സ്പെഷ്യൽ സ്ക്വാഡിന്റെ ഒളിക്യാമറയിൽ തട്ടിപ്പുകാരൻ കുടുങ്ങിയതിന് പിന്നാലെയാണ് ഓപ്പറേഷൻ വ്യാപകമാക്കുന്നത്. അപകടകരമായ രാസവസ്തു കൊണ്ടുപോകുന്ന ടാങ്കർ ഓടിക്കാൻ വ്യാജ സർട്ടിഫിക്കറ്റ് നൽകിയയാളുടെ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. എറണാകുളത്ത് പ്രവർത്തിക്കുന്ന ഫയർ ആൻഡ് സേഫ്റ്റി സ്ഥാപനമായ ഐഫാസ്റ്റിന്റെ ഉടമ ശരത് ചന്ദ്രൻ അപകടകരമായ വസ്തുക്കൾ കൊണ്ടുപോകുന്ന ടാങ്കറുകൾ ഓടിക്കുന്നതിന് വേണ്ട ഫയർ ആൻഡ് സേഫ്റ്റിയുടെ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ സ്പെഷ്യൽ സ്ക്വാഡ് വന്നത്. ഗ്യാസ് കമ്പനിയിലെ ഡ്രൈവറാണെന്ന് പരിചയപ്പെടുത്തി മരിച്ചയാളുടെ വിവരങ്ങൾ നൽകി. 4000 രൂപയും. പിന്നീട് നടന്നത് ഞെട്ടിക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനം. മരിച്ചയാളുടെ വിരലടയാളം പോലും കൃത്രിമമായി നിർമ്മിച്ചെടുത്തു ഹാജർ രേഖ ഉണ്ടാക്കാൻ. സർട്ടിഫിക്കറ്റ് കിട്ടാൻ 3 ദിവസം നിർബന്ധമായി ഫയർ ആൻഡ് സേഫ്റ്റി ക്ലാസ്സിൽ പങ്കെടുക്കണമെന്നാണ് നിയമം. എന്നാൽ ഇവിടെ ഒന്നും വേണ്ട, വാട്സാപ്പിൽ കിട്ടും രേഖകൾ. ഫോട്ടോ കോപ്പി എടുക്കുന്നത് ഇല്ലീഗലല്ലേ? നമ്മൾ മൊത്തം ഇല്ലീഗല. കമ്പനി സബ്മിറ്റ് ചെയ്യുമ്പോൾ കോപ്പി മതിയോ എനിക്കറിയില്ല. ഒറിജിനൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറയും, ആ സമയത്ത് കൊടുത്താൽ മതി എന്നല്ലേ? അങ്ങനെയാണെങ്കിൽ എടുത്തിട്ട് ഞാൻ സോഫ്റ്റ് കോപ്പി വാട്സാപ്പിൽ ഇട്ട് തരാം, കുഴപ്പമൊന്നുമില്ല. ഈ സർട്ടിഫിക്കറ്റിന്റെ പ്രാധാന്യം എന്താണെന്നോ? സാധാരണ ഒരു ലോറിയോ ടാങ്കറോ ഓടിക്കുന്ന ലാഘവത്തോടെ ഈ അപകടകരമായ രാസവസ്തുക്കൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ ഓടിക്കാൻ പാടില്ല. എന്തെങ്കിലും തരത്തിൽ അപകടങ്ങൾ ഉണ്ടായാൽ, തീപിടുത്തം ഉണ്ടായാൽ, ചോർച്ചയുണ്ടായാൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഇട റോഡിലൂടെ, പ്രധാന വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? എത്ര വേഗതയിൽ പോകാം? തുടങ്ങി ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാമാണ് ഈ കോഴ്സിൽ പഠിപ്പിക്കുന്നത്. പക്ഷെ ഇവിടെ നടന്നത് നിയമവിരുദ്ധമായ പ്രവർത്തനം. ഒടുവിൽ സ്ഥാപന ഉടമയ്ക്കെതിരെ മരട് പോലീസിൽ പരാതി നൽകി. സ്ഥാപനം നൽകിയ സർട്ടിഫിക്കറ്റുകളെല്ലാം സസ്പെൻഡ് ചെയ്യാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഉത്തരവിറക്കി. സംസ്ഥാന വ്യാപകമായി ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന സ്ഥാപനങ്ങളെ വലവീശി പിടിക്കാനാണ് നിർദ്ദേശം. സ്പെഷ്യൽ ഡ്രൈവുകളും നടത്തും. എ കെ സ്റ്റെഫൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.